ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ അന്ന് എന്നും വീഡിയോ ഇടുന്നു പറഞ്ഞൊരു പോക്ക് പോയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഈ പിമ്പിൾസൊക്കെ നല്ലപോലെ ഉണ്ടായവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് ഇത് മിക്കവാറും വർക്കിംഗ് ആയിരിക്കും. എനിക്ക് വർക്കിംഗ് ആണ്. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. ഞാനൊരു 8th പഠിക്കുമ്പോഴാണെങ്കിൽ ഫേസിൽ ആദ്യമായിട്ട് പിമ്പിൾസൊക്കെ വരുന്നത് ആ പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത്. അപ്പം നിറയെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. കുറേ കാലം ആ പിമ്പിൾസുമായിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഭയങ്കര ക്ലിയർ സ്കിന്നായി പെട്ടെന്ന് പിമ്പിൾസ് വരുമ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു +2 ഒക്കെ എത്തിയപ്പോഴാണ് കുറേ അന്നൊക്കെ അടുക്കളയിൽ കാണുന്ന എല്ലാ സാധനവും എടുത്തെങ്ങാനും മുഖത്ത് തേക്കും. അപ്പോഴാണ് ഒരു ദിവസം ഇത് തേച്ച് നോക്കിയപ്പം കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് നോക്കിയപ്പം നല്ല പോലെ പിമ്പിളും പോയി ക്ലിയർ സ്കിന്നായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നോട് മറന്നു പോയിന്. പിന്നെ പിമ്പിളൊന്നും വരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു പിമ്പിളൊക്കെ വരും, അല്ലാണ്ട് ഫേസ് വൃത്തിക്കാനുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കുരുവൊക്കെ വരും. ഒന്നും അത്ര വലിയ മൈൻഡ് ആക്കില്ല. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ +2 ഒക്കെ കഴിഞ്ഞേരം പിന്നെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ലാതായി. ഫേസ് ഒന്നും അത്ര ശ്രദ്ധിക്കാണ്ട് ഭയങ്കര ഒപ്പി നടക്കുന്നു. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത്, ഇപ്പം വൈറലായിട്ടുള്ളൊരു സാധനമല്ലേ കുങ്കുമാതിലേപ്പും ആ 2 സാധനം ഞാൻ കാണിച്ചു തരാം. ഈ സാധനം കണ്ടോ, ഇതും എന്താണ്, ഏലാതി കേരത്തൈലും നാൽപ്പാമരാതി കേരത്തൈലും. ഇത് രണ്ടും കൂടെ യൂസാക്കി ഒരാഴ്ചയൊക്കെ യൂസാക്കിയപ്പോൾ തന്നെ പുറത്തിറങ്ങുമ്പം കാണുന്നവരൊക്കെ പറയുന്നുണ്ട് സ്കിന്ന് നല്ലോണം ഡള്ളായിക്കുന്നല്ലോ, കളർ കുറഞ്ഞിരിക്കുന്നല്ലോ. പക്ഷെ ഞാൻ മൈൻഡ് ആക്കിയില്ല. ചെറിയ ചെറിയ കുരു ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ആയുർവേദമാണല്ലോ, അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ പിമ്പിളൊക്കെ പോവായിരിക്കുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞേരെയും പിമ്പിൾ പോകുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി പണി പാളി. എന്നിട്ടും ഞാൻ അത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ആദ്യമായിട്ടാണ് ഒരു സാധനത്തിന് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം പിന്നെ നല്ലപോലെ കുരു വന്ന്. അപ്പം പിന്നെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും നല്ലപോലുള്ള സ്കിന്ന് പെട്ടെന്ന് മോശമാകുമ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്ത് പറ്റി. ആരോടും പറഞ്ഞു ഈ സാധനം തേച്ചിട്ടാണ് ഇതെനിക്ക് പറ്റൂല. പോലും ഇങ്ങോട്ട് ചോദിക്കാം, എൻ്റെ ഓയിലി സ്കിന്നല്ലേ, എന്തിനാ തേക്കാൻ നിന്ന്. ഓക്കെ, എൻ്റെ മിസ്റ്റേക്കാണ്. വീഡിയോയിൽ തന്നെ പോലെ പറയുന്നുണ്ട് ഓയിലി സ്കിന്നാർ തേക്കരുത്, തേക്കാണെങ്കിൽ തന്നെ കുറച്ച് സമയം. അപ്പം ഞാൻ കുറച്ച് സമയം തേച്ചില്ല കേട്ടോ. 10-20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കേക്ക് കളയലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫേസിന് പറ്റുന്ന സാധനമല്ല. അതപ്പോൾ എന്തായാലും ഞാൻ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഫേസ് പാക്ക് പറയാം. അതിന് മുമ്പേ ഒരൊറ്റ കാര്യം മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. വെള്ളം കുടിക്കുക. 2 ലിറ്റർ വെള്ളം മസ്റ്റായിട്ടും കുടിക്കണം. ഞാനൊക്കെ കുപ്പി എന്നോ വാങ്ങി വെച്ചേക്ക്. പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്കങ്ങനെ വെള്ളം കുടിക്കാൻ മടിയുള്ള ആളായതുകൊണ്ട് ഞാൻ കുടിക്കല്ലേ. എന്ത് ചെയ്യണമെന്നറിയോ, വെള്ളം കുടിക്കാൻ നമ്മൾ എവിടെയാണുള്ളത് അതിലിങ്ങനെയൊക്കെ നമ്മളെ കുപ്പിയും കൊണ്ട് നടന്നേ പറ്റുള്ളൂ. അല്ലാതെ കുപ്പി ഒരു സ്ഥലത്ത് വെച്ചിട്ട്, മീൻസ് ബോട്ടിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അതിലിങ്ങനെയൊക്കെ നടന്ന് നമുക്ക് ദാഹിക്കുന്നുണ്ടാവും. പക്ഷെ അന്നപ്പം നമ്മൾ വെള്ളം കുടിക്കൂല. നമ്മളെ വൈത്താലെ കൊണ്ട് നടന്നാൽ തന്നെ കുടിക്കുള്ളൂ. പിന്നെ അടുക്കളയിൽ പോകുമ്പോൾ എക്സ്ട്രാ വേറെ വെള്ളം കുടിക്കുക. ആ കുപ്പി വെള്ളം ഞാൻ രാത്രി ആകുമ്പോഴേക്കും കുടിച്ച് തീർക്കും എന്ന് ഉറപ്പിക്കുക. ഉച്ചയാകുമ്പോഴേക്കും എന്നെ 3/4 തീരും, അങ്ങനെ ഉറപ്പിച്ചാൽ. അപ്പം ആ ഫേസ് പാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അന്നപ്പോൾ ഇതാണ് നമ്മളെ ഫേസ് പാക്ക്. ഒന്നുമില്ല, കുറച്ച് കടലപ്പൊടി, വെള്ളം, വേറെ ഒന്നും ഞാൻ യൂസ് ആക്കില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ റോസ് വാട്ടർ വേണം ആഡ് ചെയ്യാൻ. എൻ്റെ ഫേസിന് റോസ് വാട്ടർ പറ്റൂല. ഒരുവിധം സാധനങ്ങളൊന്നും എൻ്റെ ഫേസിന് പറ്റൂല, പിമ്പിൾ പൊന്തലുണ്ട്. പക്ഷെ ഇത് പറ്റും. ഇത് എപ്പോഴാണെങ്കിലും പറ്റും. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഉറപ്പായിട്ടും പറ്റുന്ന സാധനം കേട്ടോ. അപ്പം ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതുകൊണ്ടുള്ള യൂസ് എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ലോണം ലൈറ്റനാവും, നല്ല കളർ വരും. പിന്നെന്താ, ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല കേട്ടോ. കുറേ ദിവസം എടുക്കും. ഒരു 10 ദിവസം 15 ദിവസമൊക്കെ കഴിയുമ്പോഴേ കുറച്ചൊരു ഇതായി വരുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നല്ല റിസൾട്ട് വരും. പിന്നെ തേക്കുന്നവർ കഴുത്തിലും കൂടെ തേക്കുക. അല്ലാണ്ട് ഫേസ് വേറെ കളറും കഴുത്ത് വേറെ കളറും. ആക്ച്വലി എൻ്റെ ഫേസിനേക്കാളും കഴുത്തിന് കളറുണ്ട്. എന്നാലും നമ്മൾ തേക്കുമ്പോൾ അങ്ങനെ തേക്കണം. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇത് ഉണങ്ങുന്നവരെ ഇത് തേച്ച് ശരിക്കും വർത്താനം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചുളിവ് വരെ അങ്ങനെ എന്തോ പ്രശ്നമുണ്ടെന്ന്. പിന്നെ പണ്ട് ഞാനിത് യൂസാക്കുന്നത് എൻ്റെ ഫ്രണ്ടിനൊക്കെ അറിയാനും. ഞാനിത് റെഗുലറായിട്ട് യൂസാക്കലുണ്ടായിരുന്നു. ഞാൻ യൂസാക്കുന്നത് കണ്ട് ഓളൊക്കെ യൂസാക്കലുണ്ടായിരുന്നു.
പിന്നെ എന്നോട് ആ വിട്ടുപോയി ആ ഒരു സംഭവമേ വിട്ടു. ഞാൻ ഫേസ് കിക്കലൊക്കെ ഇതിനെക്കൊണ്ടേനു. അന്ന് എനിക്ക് നല്ലോണം കളർ വെച്ചിട്ടുണ്ടേനു. പിന്നെ ശ്രദ്ധിക്കാണ്ടായി. ഇപ്പം നല്ലോണം സ്കിന്ന് ഡള്ളായിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലൊക്കെ ഉള്ള കോൺസെൻട്രേഷൻ അങ്ങോട്ട് നിർത്തും. എല്ലാവരും ചെയ്യുമോ എനിക്കറിയില്ല, ഞാൻ തീരെ ശ്രദ്ധിക്കാണ്ടായിരുന്നു. ഇപ്പം തന്നെ ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് കാണാം. അന്നപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവൊന്നുമില്ല. കുറേ ദിവസം എടുക്കും കേട്ടോ. ഇത് ഒറ്റ യൂസ് തന്നെ നെട്ടിക്കുന്ന റിസൾട്ട് അങ്ങനെ ഒന്നുമില്ല. കുറേ ദിവസം എടുക്കും. നമ്മൾ കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമല്ലേ, അപ്പം അതിനനുസരിച്ചുള്ള ടൈം എടുക്കും. പിന്നെ കൺസിസ്റ്റൻസി നിർബന്ധമാണ്. പിന്നെന്താ വെച്ചാൽ ഇത് രാത്രി മാത്രം 2 ഫേസ് പാക്ക് ആക്കി യൂസ് ആക്കൊന്നും വേണ്ട. നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ രാത്രി എന്തായാലും നമ്മൾ എന്തെങ്കിലും ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലും യൂസ് ആക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ആക്കുക. രാവിലെ ഫേസ് വാഷിന് പകരം ഇത് യൂസ് ആക്കിയാൽ മതി. നല്ലതാണ്, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് ഉറപ്പാണ്. പക്ഷേ വെള്ളം കുടിക്കണം, കൺസിസ്റ്റൻസി ഇത് യൂസ് ആക്കുമ്പോൾ. ഡെയിലി യൂസ് ആക്കാം. അങ്ങനെ വീക്ക്ലി 3 ദിവസം അങ്ങനെയൊന്നുമില്ല. ഡെയിലി യൂസ് ആക്കി ഇതൊരു ഫേസ് വാഷിന് പകരമായിട്ട് യൂസ് ആക്കാം. വേറെ വിഷയമുള്ള സാധനമൊന്നുമല്ല. പിന്നെ ഒരു സാധനം ശ്രദ്ധിക്കേണ്ടത്, കടലപ്പൊടി ചിലത് ഭയങ്കര തരിതരിയുള്ള ഉണ്ടാവും. അത് ഒഴിവാക്കി ഇങ്ങനെ കുറച്ചുകൂടി തിന്നായിട്ടുള്ളത് വാങ്ങും. എനിക്ക് തോന്നുന്നു പാക്കറ്റ് വാങ്ങുമ്പോഴാണ് അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടുക. മറ്റേ കുറച്ചും കൂടെ തരി ഉണ്ടാവും. അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, പിമ്പിൾസ് പോവും. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.